ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡിനെ പറ്റിയാണ്. സന്ധിവേദന ഉണ്ടാകുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത്. മാംസ്യഭക്ഷണം വിഘടിച്ചാണ് ബ്ലഡിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാംസ്യഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ യൂറിക് ആസിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണാറ്. ചെറുപ്പക്കാരായ പുരുഷന്മാർക്കാണ് യൂറിക് ആസിഡ് കൊണ്ടുള്ള അസുഖം കൂടുതൽ കാണപ്പെടുന്നത്. മോഡേൺ മെഡിസിനിൽ ഈ അസുഖത്തിന് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും. മറ്റു സന്ധികളെ ബാധിക്കാമെങ്കിലും കാലിൻ്റെ പെരിവിരൽ സന്ധി, മെറ്റാടാർസൽ ഫലാഞ്ചിയൽ ജോയിന്റ് ഓഫ് ബിഗ് ടോ ആണ് ഈ യൂറിക് ആസിഡിന്റെ അസ്വസ്ഥത കൂടുതലും ബാധിക്കാറ്. ശരീരത്തിലെ നോർമൽ യൂറിക് ആസിഡ് ലെവൽ പുരുഷന്മാരിൽ 3.4 to 7 milligram per decilitrum, സ്ത്രീകളിൽ 2.4 to 6 milligram per decilitrum ആണ്. സന്ധിവേദന കൂടാതെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനും യൂറിക് ആസിഡ് കൂടുന്നത് കാരണമാവും. ലഹരി സാധനങ്ങളുടെ ഉപയോഗം, എസ്പെഷ്യലി ബീർ മുതലായവ കൊണ്ടും യൂറിക് ആസിഡിന്റെ ലെവൽ ബ്ലഡിൽ കൂടാം. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പുരുഷന്മാർ, ഭക്ഷണ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണം വെക്കുകയും നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ വരാതിരിക്കാൻ നോക്കേണ്ടതാണ്.